ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഇതാ റെഡിയായി കഴിഞ്ഞു എന്റെ മാജിക്കൽ കേക്ക്. ഒരു മിനിറ്റ്, ഇപ്പോഴാണ് അത് ശരിക്കും കേക്കായത്. എനിക്ക് പേസ്ട്രി കിട്ടോ? ഇതാ പിടിച്ചോ. ഹായ്, നല്ല അടിപൊളി ഗോൾഗപ്പേ. ഗോൾഗപ്പേ. കോമഡി ആയല്ലോ. ഞാനൊന്നും വെച്ച് എറിഞ്ഞു നോക്കട്ടെ. നീ എന്ത് കാര്യം ചെയ്തത് മാരാ? നമ്മുടെ സ്റ്റോളിലേക്ക് ആരും വരുന്നില്ലല്ലോ. എത്ര നേരം നമ്മൾ കാത്തിരിക്കുന്നേ? അല്ല, നിങ്ങളുടെ സ്റ്റോളിലേക്ക് ആരും വന്നില്ലേ? ആരും കേക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല? മമ്മി, ഇതാ അങ്ങോട്ട് നോക്കിയേ. എല്ലാവരും രുദ്രയുടെ സ്റ്റോളിൽ ലൈനായിട്ട് നിൽക്കുക. എല്ലാവരും ഇന്ന് ഗോൾഗപ്പെ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവൻ ഏത് തരം ഗോൾഗപ്പെ കൊടുക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവ കാരണം എല്ലാ കാര്യത്തിലും ഞങ്ങളാ പിന്നിലായി പോകുന്നത്. അതെ, ശരിക്കും അവിടെ ഒരുപാട് തിരക്കാണല്ലോ. ഞാൻ അത്തരം ഒരു വൈറസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനുഷ്യന്റെ അകത്തുള്ള ഫീലിങ്സിനെ ഒരുപാട് അധികമാക്കും, എന്നിട്ട് അത് ഒരുപാട് ചിരിപ്പിക്കും. ഒന്ന് നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ രുദ്രയുടെ സ്റ്റോളിലേക്ക് പോട്ടെ. എന്നിട്ട് അവിടെ എല്ലാവരെയും ഒരുപാട് ചിരിപ്പിക്കും. പിന്നെ രുദ്ര അത് ഒരിക്കലും മറക്കില്ല. ആ രുദ്ര, നീ ഇന്ന് നല്ല അടിപൊളി ഗോൾഗപ്പയാണ് ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. എനിക്ക് കുറച്ച് കഴിക്കാൻ താ. തീർച്ചയായിട്ടും മാം, തീർച്ചയായിട്ടും തരാം. ഹേയ് മൈറ, വരുൺ, നിങ്ങൾ എന്തായാലും വന്നത് നന്നായി. നിങ്ങൾക്കും ചേർത്ത് ഞാൻ ഉണ്ടാക്കി തരാം. ശരി രുദ്ര, ഞാൻ ചെന്ന് ജെനിയും ജോഡിയും വിളിച്ചോണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എന്താ ഇത്? ഇവിടെ അങ്ങനെ എന്താ സംഭവിച്ചത്? എന്തിനാ ഇവിടെ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നത്? ഇത് ഫൺഫെയർ ആണെന്ന് വെച്ച് അതിന്റെ അർത്ഥം ഇതല്ല നിങ്ങൾക്ക് ഒരുപാട് പൊട്ടിച്ചിരിക്കാന്ന്. സോറി മിസ് സെക്യൂരിറ്റി. നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് ധിക്കാരോ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചിരി നിർത്തുന്നില്ല അല്ലേ? ഡിറ്റൻഷൻ, ഡിറ്റൻഷൻ, ഡിറ്റൻഷൻ. കണ്ടോ, എന്റെ മന്ത്രവും തന്ത്രവും കണ്ടില്ലേ? ഇനി ആരാ അവിടെ ചെന്ന് ഗോൾഗപ്പെ കഴിച്ചാലും ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കും. അതിന്റെ എഫക്റ്റും ഒരുപാട് നേരത്തേക്കും ഉണ്ടാവും. വൗ, അതെന്തായാലും കലക്കി കളഞ്ഞു അമ്മേ. രുദ്ര, മാഡം കാനുകോയ്ക്ക് നീ ഉണ്ടാക്കിയ ഗോൾഗപ്പെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്ക്. ആ, തീർച്ചയായിട്ടും തരാം.
ആഹാ ഈ ഗോൾഗപ്പ നല്ല രസമുണ്ടല്ലോ. വാവ്, റിയലി ടേസ്റ്റി. വരൂ ഷക്ലീന മാഡം, ഈ ഫെയറിൽ വേറെ എന്തൊക്കെയാ ഉള്ളത്, നമുക്ക് അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, നല്ല അടിപൊളി ഗോൾഗപ്പേ. നിങ്ങൾ എന്താ വെറുതെ നിൽക്കുന്നേ? നിങ്ങളൊന്ന് എടുത്ത് കഴിക്കേ. ഓ, വേണ്ട വേണ്ട. എന്തുകൊണ്ടാ വേണ്ടാന്ന് പറയുന്നേ? ഇതുപോലെ ഒരു ഗോൾഗപ്പേ നിങ്ങൾ കഴിച്ചിട്ടേ ഉണ്ടാവില്ല. ആ, ഒരെണ്ണമെങ്കിലും കഴിക്കേ. കാണാൻ നല്ല രസമുണ്ട്. എന്നാ ശരി, ഒരെണ്ണം എടുത്ത് കഴിക്കാല്ലേ? മിസ് സെക്യൂരിറ്റി, ഫെയറിന്റെ ഏർപ്പാടെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു മാഡം കാനുംഗോ. ഏയ്, നിശബ്ദത പാലിക്കൂ. ഇത്രയങ്ങോട്ട് പൊട്ടിച്ചിരിക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? ഡിറ്റൻഷൻ ഡിറ്റൻഷൻ ഡിറ്റൻഷൻ. 1 മണിക്കൂറിന്റെ ഡിറ്റൻഷൻ. അയ്യോ, ഞാൻ മാഡം കാനുംഗോയും ചേർത്ത് പറഞ്ഞു വെച്ചല്ലോ. ഇനി എന്റെ കാര്യം ശരിക്കും പോക്കാണെന്ന് തോന്നുന്നത്. അല്ല, ഞാനെങ്ങനെയാ ഇവിടെ? ഞാനെങ്ങനെ വന്നെത്തിയ? പൂട്ടിക്കിടക്കുന്ന വാതിൽ തുറന്നു കഴിഞ്ഞു. മാഡം കാനുംഗോ, ഈ പൊട്ടിച്ചിരി പ്രശ്നത്തിന് കാരണം ഈ രുദ്ര തന്നെയാണ്. ആരൊക്കെയാണോ ഇവന്റെ ഗോൾഗപ്പെ കഴിച്ചത് അവര് മാത്രമാണ് ഇങ്ങനെ ചിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് യു. ഇല്ല മാം, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ തന്നെയാണ് എന്തൊക്കെയോ ചെയ്തിരിക്കുന്നത്, അല്ലാതെ പിന്നെ വേറെ ആര് ചെയ്യാനാ? ഒരു കാര്യം ഉറപ്പാ, നീ തന്നെയാണ് എന്തോ ചെയ്തിരിക്കുന്നത്. MBTVയുടെ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ മാം. ആരോ എന്റെ സ്റ്റോളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ MBTV കൊണ്ടുവരാം. നീ എങ്ങോട്ട് പോവണ്ട രുദ്ര, ഞങ്ങൾക്ക് ഒരു പ്രൂഫിന്റെ ആവശ്യമില്ല. ഗാർഡ്, രുദ്രയുടെ കാര്യത്തിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടതാണ്. അവനെ പിടിച്ചോണ്ട് പോ. ഞാനത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ഈ സ്റ്റോളിന്റെ കാര്യത്തിൽ ആരങ്ങനെ ചെയ്തെന്ന് ഞാൻ കണ്ടുപിടിക്കും. മാഡം കാനുംഗോ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രൂവ് ചെയ്യും. അവനങ്ങ് ഓടിപ്പോയല്ലോ. ഇനി ഞാൻ എന്തു ചെയ്യും? എന്നാ ശരി, നല്ലോണം ഒന്ന് ചിരിച്ചേക്കാം. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ അവന്റെ പുറകെ പോവണ്ട. രുദ്ര വളരെ ഡേഞ്ചറസ് ആണ്. അവൻ എന്തെങ്കിലും മാജിക് ചെയ്ത് നിങ്ങളെ കുടുക്കി കളയും. നിങ്ങൾക്കത് അറിയില്ലേ? അവൻ ആരെയും പിടികൂടാൻ പറ്റില്ല. ഓ, എന്നെ കൊടുക്കുവെന്നോ? ഞാൻ ഈ സ്കൂളിലെ ഹെഡ് ഓഫ് സെക്യൂരിറ്റി ആണ്. ഇതുപോലെ ഇവിടെ എത്രയോ കുട്ടികൾ വന്നിട്ടുമുണ്ട് പോയിട്ടുമുണ്ട്. എന്റെ കഥ അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല. ഈഗിൾ മാൻ, ഞാൻ ആ രുദ്രയെ വെറുതെ വിടാൻ പോകുന്ന പ്രശ്നമില്ല. ഞാൻ അവന്റെ കഥ അവസാനിപ്പിക്കും. അവൻ എന്നെ എന്താ ചെയ്യാന്നൊന്ന് നോക്കട്ടെ. ഫോളോ രുദ്ര. മമ്മി മമ്മി, നിങ്ങളുടെ കളി കൊള്ളാട്ടോ. ഞാൻ ഒരുപാട് തരങ്ങളിൽ വൈറസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ വൈറസ് മനുഷ്യന്റെ ഈഗോനെയും ആങ്കറിനെയും കൂട്ടും. അത്തരം ഒരു വൈറസ് ആണ് ഞാൻ മിസ് സെക്യൂരിറ്റിയുടെ ദേഹത്ത് പകർത്തിയത്. ഇനി നോക്കിക്കോ, അവര് രുദ്രയുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കും. രുദ്രയെ വെറുതെ വിടില്ല. കാരണം ഞാൻ അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്തിരിക്കുക. എന്താ പറഞ്ഞത് കേട്ടല്ലോ? രുദ്ര നിന്റെ കഥ അവസാനിപ്പിക്കുമെന്ന്. പക്ഷെ ഒരു കാര്യം പറയ്, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ഇനി എങ്ങനെ എടുത്തു ചാടി നിങ്ങളും ആ ഗോൾഡ് കപ്പ് എടുത്ത് കഴിച്ചോ? രുദ്രയെ രക്ഷിച്ചേ പറ്റൂ.
കളിക്കലാൻ തോർച്ചു. വാടാ രുദ്രയുടെ കൂട്ടുകാരാ, വാടാ വാടാ വാടാ. അറിയാതെ പറ്റിപ്പോയതാ. ഞാനായിട്ടല്ലേ കൊണ്ട് വന്നത്. ഇത് ചെയ്തത് മൈറയാണ്. മൈറ മായരാ, രക്ഷിക്കൂ. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ എവിടെ നിൽക്കാണോ? പക്ഷേ ആ രുദ്ര ലൈബ്രറിയിലേക്ക് പോയിരിക്കുക. മിസ് സെക്യൂരിറ്റി, ഞങ്ങളത് കണ്ടതാ. രുദ്ര ആ റൂമിലേക്ക് പോയത്. Oi! Baiska! Invisible Kavach Creator! രുദ്ര, എനിക്കറിയാം നീ ഈ റൂമിൽ തന്നെ ഉണ്ടെന്ന്. നീ ഇപ്പൊ എവിടെയാ? പുറത്തിറങ്ങി വാ. ഇനി നീ ഒരു കാരണവശാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഷടാ, ഇതെന്താ? ഇവരിപ്പോ രുദ്രന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പാവം രുദ്ര ഒരു നല്ല സ്റ്റുഡന്റ് ആണല്ലോ. അവൻ ഒരിക്കലും ഒരു തെറ്റായ കാര്യവും ചെയ്യാറില്ല. ആരോ അവനെ മനഃപൂർവ്വം കുടുക്കിയതാണ്. ലൈബ്രറിയൻ, പെട്ടെന്ന് ഇവിടെ മൊത്തം ഇരുട്ടായത് എന്തുകൊണ്ടാ? അത് പിന്നെ എനിക്ക് തോന്നുന്നത് പവർ സപ്ലൈയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. ഇവിടെ മൊത്തം ഇരുട്ടായതുകൊണ്ട് രുദ്രയ്ക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഇത് തീർച്ചയായും രുദ്ര ഒപ്പിച്ച പണിയായിരിക്കും. NBTVs. Baiska! Magical Magnet Creator! രുദ്ര, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ NBTVയെ തട്ടി താഴെ ഇട്ടിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഞാൻ എന്റെ വോയിസ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം, എങ്കിലേ അവരുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ പറ്റൂ. ഈ ബൈസ്ക വോയിസ് ത്രൂ വേസ്റ്റോ. മിസ് സെക്യൂരിറ്റി, ഇതിലെന്റെ തെറ്റൊന്നുമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വരൂ, MBTVസിന്റെ എല്ലാ ഫുട്ടേജും നോക്കൂ. അതിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രൂഫ് കിട്ടും. എന്റെ സ്റ്റോളിൽ വന്ന് ആരങ്ങനെയൊക്കെ ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. രുദ്ര, എന്തേലൊക്കെ പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എനിക്കറിയാം നീ ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്നോണ്ട് നിന്റെ വോയിസിനെ പല സ്ഥലങ്ങളിലായി സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ സ്കൂളിന്റെ ഹെഡ് ഓഫ് സെക്യൂരിറ്റി ആണ്. എന്നെ ആർക്കും പറ്റിക്കാനാവില്ല. മാജിക്കൽ ഡസ്റ്റ് ത്രോ ഈസ്റ്റോ. ഇപ്പൊ നീ എന്റെ പിടിയിലായില്ലേ? മിസ് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നീ എങ്ങോട്ട് പോവാനാ? ഗാർഡ്സ്, എന്താ കുടുങ്ങി പോയില്ലേ? ഇപ്പൊ നിന്റെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പോവാണ്. നീ ചെയ്ത തെറ്റായ കാര്യങ്ങളുണ്ടല്ലോ, മറ്റുള്ളവരെ ചിരിപ്പിച്ചത്, അതിനൊക്കെ നിനക്ക് കഠിനമായ ശിക്ഷ ലഭിച്ചിരിക്കും. Twister Creator! പ്ലീസ്, രുദ്രയുമായി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. അവൻ നിങ്ങളുടെ കഥ അവസാനിപ്പിക്കും. നിങ്ങൾ എന്താ കാര്യം മനസ്സിലാക്കാത്തത്? അവൻ വളരെ ഡേഞ്ചറസ് ആ. അവൻ എന്റെ കഥ അവസാനിപ്പിക്കുമെന്നോ? ഒരു എക്സ്ട്രാ ഡോസും കൂടി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പോലത്തെ ഡോസ് കുറഞ്ഞു പോരുതല്ലോ, അതുകൊണ്ടാ. ഇനി എന്തൊക്കെ ആയാലും ശരി രുദ്ര, നിന്നെ ഞാൻ വെറുതെ വിടില്ല. മിസ് സെക്യൂരിറ്റി പ്ലീസ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം റിക്വസ്റ്റ് ചെയ്തത്. ദയവേത് CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യൂ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ.
പറയുന്നതും കേൾക്കുന്നതെല്ലാം പിന്നെ. ആദ്യം ഒരു കാര്യം ഡിസൈഡ് ചെയ്തേ പറ്റൂ. സ്കൂളിൽ ആരാണ് കൂടുതൽ പവർഫുൾ എന്ന് അറിയണം. അത് നീയാണോ അതോ ഞാനാണോന്ന് അറിയണം. ഓ ഓ ഓ ഹ്. ഓ ഓ ഓ മിസ് സെക്യൂരിറ്റി, പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. എനിക്കിപ്പോ കൂടുതലൊന്നും കേൾക്കണ്ട രുദ്ര. ആ. ഓ ഓ യാ. ഹ. ഹ. ഇപ്പൊ പറയൂ രുദ്ര, നിന്റെ മനസ്സിൽ നീ വലിയൊരു മെജിഷ്യൻ ആണെന്നുള്ള ധാരണയുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒന്ന് രക്ഷപ്പെട്ട് കാണിക്ക്. മിസ് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മതി, ദിസ് ഈസ് ടു മച്ച് സെക്യൂരിറ്റി. ഇത്ര നേരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കായിരുന്നു, പക്ഷെ ഇനി ഞാൻ പിന്മാറില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. അത് ശരി, സംശയിക്കരുതെന്നോ? എന്നാ ശരി, സംശയിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് നിന്നെ വെറുതെ വിടാൻ പോകുന്ന പ്രശ്നമില്ല. ഓ ഓ ഓ ഓ Bicycle, boom, chick, chick, boom! അല്ല, ഇവിടെ എന്താ ഉണ്ടായത്? നിങ്ങളെ പിടിക്കാൻ ഇറങ്ങിയതാണ്. നിങ്ങളിൽ ആരോ എന്തോ സ്പെൽ ചെയ്തിരിക്കുന്നു. മറ്റുള്ളവർ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്ത സ്പെല്ല് പോലെയാണ് ഇതും. ദയവേത് നിങ്ങൾ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യൂ. CCTV ഫുട്ടേജ് കാണിക്ക്. ആ ക്യാമറ ഉടൻ തന്നെ സൂം ചെയ്ത് കാണിക്ക്. ഈ വീഡിയോ അത്രയ്ക്ക് ക്ലിയർ അല്ലല്ലോ. രുദ്ര, ഐ എം സോറി. ഒരു കളി തമാശക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാ. അതൊരു പ്രാങ്ക് ആണ്. കാരണം ഫൺ ഫെയറിൽ വെച്ച് കുറച്ച് കളി തമാശ ആയിക്കോട്ടെ എന്ന് കരുതി. അത് ഇത്രയ്ക്ക് സീരിയസ് ആകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പ്ലീസ് രുദ്ര, എന്നോട് ക്ഷമിക്കുക. പ്ലീസ് എന്നെ ഒന്ന് ക്ഷമിക്കുക. നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ അവർ എന്നെ എന്റെ കുട്ടികളെയും ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ചെന്നിയും ജോഡിയും സ്കൂളിൽ നിന്ന് പുറത്താക്കിയ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ എന്റെ കുട്ടികൾക്ക് കൊടുക്കരുത്. പ്ലീസ് രുദ്ര. ആ ലേഡി ആരാണ്? അവള് വന്നതിന് ശേഷമാണ് എല്ലാം മാറിയത്. അതെ, ഓർമ്മ വന്നു. അവർ ഏതോ ഒരു ഔട്ട്സൈഡർ ആണ്. ഞാൻ അവരോട് നിങ്ങൾ ആരാന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവർ എന്നോട് പേര് പോലും പറയാതെ പെട്ടെന്ന് പോയി. ഞാനിതിനു മുമ്പ് അവരെ കണ്ടിട്ടേയില്ല. ഞാനത് കണ്ടുപിടിക്കാം. അതിനി എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ ആ കേസ് വിട്ടേക്ക്. ഇനി അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ മാഡം കാനുങ്കോ. താങ്ക് യു രുദ്ര, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, ഡിസ്പേഴ്സ്.
രുദ്ര ഇങ്ങോട്ട് വരൂ. മാജിക് വെച്ച് കുട്ടിക്കുറുമ്പുകൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ വലിയ മനസ്സുള്ളവർക്കേ സാധിക്കൂ. അത് നിനക്കുണ്ട്. നീ ആ ഷക്ലീനയോട് ക്ഷമിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എനിക്ക് ആ ഫൂട്ടേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇതെല്ലാം ആ ഷക്ലീനയുടെ പണിയാണെന്ന്. എന്നാൽ നീ അവരുടെ കുട്ടികളുടെ കരിയർ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് നീ അവളോട് ക്ഷമിച്ചു. എപ്പോഴും നീ ഇതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ. താങ്ക് യു മാഡം കാനങ്കോ.